إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 138ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഹാദാ ബയാനുൻ ലിന്നാസ്, ഇത് മനുഷ്യർക്ക് പൊതുവേ ഉള്ള ഒരു വിവരണമാകുന്നു എന്നാണ് അല്ലാഹ് പറയുന്നത്. ഈ മുൻ വിശദീകരിച്ചതുപോലെ മുൻ സമുദായങ്ങൾ പലതും പല പല നടപടിക്രമങ്ങളോടുകൂടി കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരൊക്കെയും വ്യാജവാദികൾ, അല്ലാഹുവിന്റെ ശിക്ഷക്ക് പാത്രീഭൂതരായിട്ടുണ്ട്. അവരൊക്കെയും പലതരം അവശിഷ്ടങ്ങളും അവശേഷിപ്പിച്ചുകൊണ്ട് കടന്നുപോയിട്ടുണ്ട് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ചരിത്ര വിവരണങ്ങളും വിശദീകരണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻ പ്രവാചകന്മാരുടെ മൂസ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമും ദാവൂദ് നബി അലൈഹിസ്സലാമും അതുപോലെ സുലൈമാൻ നബി അലൈഹിസ്സലാമും അയ്യൂബ് നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പോലെയുള്ള മുൻ പ്രവാചകന്മാരും അവരുടെ കാലഘട്ടക്കാരുടെയൊക്കെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി ആ ചരിത്രം വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. അതിനെപ്പറ്റി പൊതുവെ പറയുകയാണ്. ഹാദാ ബയാനുൻ, ഇതൊരു വിവരണമാണ്, വിശദീകരണമാണ്. ലിന്നാസി, മനുഷ്യർക്ക്, ജനങ്ങൾക്ക് പൊതുവെയുള്ള ഒരു വിശദീകരണമാണ്. അവർ അതിനെപ്പറ്റി ചിന്തിക്കണം, അത് കണ്ട് മനസ്സിലാക്കണം. എന്നിട്ട് ഇസ്ലാമിനെയും അതുപോലെ അതിന്റെ ആ ഇസ്ലാമിനെ നമുക്ക് പരിചയപ്പെടുത്തിരുന്ന റസൂലുമാരെ അറിയണം, അള്ളാഹുവിനെ അറിയണം. അങ്ങനെ ജനങ്ങളൊക്കെയും സന്മാർഗത്തിലേക്ക് വരണമെന്നാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. അതിനാണ് ഇത്തരം നടപടിക്രമങ്ങളൊക്കെയും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് മാത്രമല്ല, വഹുദൻ, അതൊരു മാർഗദർശനമാകുന്നു. ആർക്ക് മാർഗദർശനമാണ്? വമൗഇലത്തുൻ, അതൊരു സദുപദേശവുമാകുന്നു. ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക്, സൂക്ഷ്മത പാലിക്കുന്ന അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരു മാർഗദർശനമാകുന്നു. അത് മാത്രമല്ല, അവർക്കുള്ളൊരു സദുപദേശവുമാകുന്നു. മുത്തഖീങ്ങൾക്കുള്ള മാർഗദർശനവും അതുപോലെ സദുപദേശവും ജനങ്ങൾക്ക് പൊതുവിലുള്ള ഒരു നടപടിക്രമങ്ങൾ, അതായത് പൊതുവേ ഉള്ള ഒരു വിവരണമാകുന്നു ഇത്തരം ആയത്തുകളൊക്കെയും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.